Hey guys, welcome back. Assalamu alaikum. അപ്പോൾ ഇന്നൊരു കുഞ്ഞു ഹോം ടൂർ വീഡിയോ ആണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ എല്ലാവരും ചെയ്യണ പോലെ വലിയ സെറ്റപ്പ് ഹോം ടൂറൊന്നുമല്ല, നമ്മൾ ഒരു നോർമൽ റൂമാണ്, അപ്പോൾ അതിൻ്റെ ഹോം ടൂറാണ് ചെയ്യണത്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു സ്വീറ്റ് ഹോമാണ് കേട്ടോ. നാട്ടിലേക്കാൾ കൂടുതൽ ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടുള്ളൊരു റൂമും കൂടിയാണിത്. പിന്നെ നമ്മൾ മക്കളുടെ ബർത്ത്ഡേ ആയാലും പിന്നെ വെഡിങ് ആനിവേഴ്സറീസ് ആയാലും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളതും ഈ ഒരു റൂമിൽ തന്നെയാണ്. നാട്ടിൽ നമ്മളങ്ങനെ ഒരുമിച്ച് എല്ലാത്തിനും ഉണ്ടായിട്ടില്ല. അപ്പോൾ കൂടുതലും ഉണ്ടായിട്ടുള്ളത് ഈ ഒരു റൂമിലാണ്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 5 വർഷത്തോളമായിട്ട് ഞങ്ങൾ ഈ ഒരു റൂമിൽ തന്നെയാണ്. ഐശുവിൻ്റെ കഴിഞ്ഞൊരു ബർത്ത്ഡേ മാത്രമാണ് നമ്മൾ നാട്ടിൽ ഉണ്ടായിട്ടുള്ളത്. അല്ലാത്ത പ്രാവശ്യമൊക്കെ ഇവിടെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പേഴ്സണലി നല്ല അറ്റാച്ച്മെൻ്റ് ഉള്ള റൂമും കൂടിയാണ്. പിന്നെ ഇക്കാൻ്റെ ഷോപ്പിൻ്റെ അടുത്ത് തന്നെയാണ്, അപ്പോൾ എപ്പോഴും വന്ന് പോകാനും സൗകര്യമുള്ളൊരു റൂമും കൂടിയാണ് കേട്ടോ ഇത്. ഇവിടെ പിന്നെ നാട്ടിലത്തെ പോലെ 2 ഹോളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ ഒരു ഹോളിൽ തന്നെയാണ് നമ്മൾ സോഫയും സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുള്ളതും ഈ ഒരു ഹോളിൽ തന്നെയാണ്. പിന്നെ TV വെച്ചിട്ടുള്ളതും ഈ ഒരു ഹോളിൽ തന്നെയാണ്. ഭയങ്കര വലിയ ഹോളൊന്നുമല്ല, എന്നാലും അത്യാവശ്യം വലിപ്പമുള്ള ഹോളുമാണ്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് കാണാൻ വന്ന ടൈമിൽ ഇത് ഓപ്പൺ കിച്ചൺ ആയിരുന്നു. ഹാളും കിച്ചണും കൂടെ ഒരുമിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ വരുന്നതിൻ്റെ മുമ്പായിട്ട് ഈ ഹോളും കിച്ചണും കൂടെ നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്തതാണ്. ജിപ്സം ബോർഡ് വെച്ചിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇപ്പോൾ ആ ടേബിൾ ഇട്ടേക്കുന്ന ആ ഒരു ഭാഗത്തുള്ള ആ ഒരു വോള് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് എടുത്തതാണ്. നമ്മൾ വരുന്നതിൻ്റെ മുമ്പ് അതൊക്കെ റെഡിയാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. കിച്ചണ് ഒരു കുഞ്ഞു കിച്ചണാണ്. അത്യാവശ്യം സ്പേസ് മാത്രമേ ഉള്ളൂ, അങ്ങനെ വലിയ സ്പേസ് ഒന്നുമില്ല. ഇപ്പോൾ കിച്ചണിൽ തന്നെയായിരുന്നു വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ലോഡഡ് അല്ലാത്തതുകൊണ്ട് അവിടെ വെക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ബാത്റൂമിൻ്റെ അവിടെയാണ് വാഷിംഗ് മെഷീൻ വെച്ചിട്ടുള്ളത്. അത് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീന് മാത്രം ഉള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ കൊള്ളാത്തതുകൊണ്ട് നമ്മൾ പുറത്ത് വെച്ചതാണ്. പിന്നെ ഉള്ളത് ഒരു കുക്കിംഗ് റേഞ്ച് വെക്കാനുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ കുക്കിംഗ് റേഞ്ച് അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഗ്യാസ് വെക്കാൻ ഒരു ബോർഡ് വെച്ചിട്ട് അങ്ങനെ ജസ്റ്റ് ഗ്യാസ് വെക്കാനുള്ള സ്പേസ് അങ്ങനെ ഉണ്ടാക്കിയെടുത്താണ്. അപ്പോൾ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്ഥലത്ത് ഞാനിപ്പോൾ ഗ്യാസിൻ്റെ സിലിണ്ടറാണ് വെക്കൽ. ബാക്കി വരുന്ന അത് 3 സിലിണ്ടർ ഉണ്ട്. അപ്പോൾ എക്സ്ട്രാ വരുന്ന സിലിണ്ടേഴ്സ് അപ്പോൾ അതിൻ്റെ താഴെയാണ് വെക്കൽ. പിന്നെ എൻ്റെ കേക്കിൻ്റെ കുറച്ച് ഐറ്റംസും എല്ലാം കൂടെ അവിടെയാണ് വെക്കൽ. അപ്പോൾ അധികം സ്റ്റോറേജ് സ്പേസ് ഒന്നും ഒരുപാടില്ല. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കലാണ്. അപ്പോൾ കിച്ചൺ ഇതാ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പിന്നെയുള്ളത് 2 റൂമാണ്, പിന്നൊരു ബാത്റൂമും. അപ്പോൾ ബാത്റൂം അറ്റാച്ച്ഡ് അല്ല, കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമാണുള്ളത്. അപ്പോൾ അതാ ഇവിടെയാണ് നമ്മൾ വാഷിംഗ് മെഷീൻ ഇട്ടിട്ടുള്ളത്. അതിൻ്റെ സൈഡിൽ തന്നെ ബാത്റൂമാണ്. അപ്പോൾ ഇനി നേരെ പോകുന്നത് ഒരു ബെഡ്റൂമിലേക്കാണ്. ഇത് കമ്പാരിറ്റീവ്ലി ചെറിയൊരു റൂമാണ്. നമ്മൾ മറ്റേ റൂമിനെ അപേക്ഷിച്ച് കുറച്ച് ചെറിയ റൂമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയൊരു കട്ടിലായിട്ടുള്ളത്, ഒരു സിംഗിൾ കട്ടിലാണ്. അപ്പോൾ അതിന് ഒരു വാർഡ്രോബും പിന്നെ ചെറിയൊരു മേശയും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെയാണ് ഡ്രസ്സൊക്കെ തോരയിടുന്നത്, വിരിച്ചിടുന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് പുറത്തിടാനുള്ള സ്ഥലം ബാൽക്കണിയോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇവിടെയാണ് എല്ലാം ഇടുന്നത്. അപ്പോൾ ഇതൊരു ഗസ്റ്റ് ബെഡ്റൂമായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യുന്നൊരു ബെഡ്റൂമാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ബാത്റൂം വരുന്നത്. 2 ബെഡ്റൂമിൻ്റെയും കൂടെ ഓപ്പോസിറ്റ് സൈഡിലാണ്, 2ൻ്റെയും കൂടെ നടുക്കായിട്ടാണ് ബാത്റൂം വരുന്നത്. ഒരു കോമൺ ബാത്റൂമാണുള്ളത്, അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം. ഇതാണ് മെയിൻ ബെഡ്റൂമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു കട്ടിൽ, പിന്നെ 2 സൈഡ് ടേബിളുണ്ട്, പിന്നെ ഒരു ഡ്രസ്സിങ് ടേബിള്, പിന്നെ ഒരു വാർഡ്രോബ്. അപ്പോൾ നമ്മൾ ഹാളിൽ കൊള്ളാത്ത സോഫേൻ്റെ 2 പാർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് 2 റൂമിലായിട്ട് ഇട്ടേക്കാണ്. അതും കൂടി ഹാളിൽ ഇടാനുള്ള സ്പേസ് ഇല്ല, ഫുള്ള് കവറായി പോവാണ്. ഒരുപാട് സാധനങ്ങളുള്ള പോലെ തോന്നുക. നമ്മൾ അത് 2ഉം കൂടെ കൊടുത്തിട്ട് 2 റൂമിൽ സെറ്റ് ചെയ്തേക്കാണ്. പിന്നെ ഇപ്പോൾ 2 സൈഡ് ടേബിൾ ഒരു സൈഡേക്ക് ഇട്ടേക്കാണ്. കുട്ടികൾ കട്ടിൽ വന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കട്ടിൽ കുറച്ച് നീക്കി അടുപ്പിച്ചിട്ടേക്കാണ്. ഇതിൻ്റെ മുമ്പേ കട്ടിൽ നടുക്കുന്ന 2 സൈഡിൽ സൈഡ് ടേബിൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ 2 റൂമിലും ഹാളിലും കിച്ചണിലും എല്ലാം വിൻഡോ കൊടുത്തിട്ടുണ്ട്.
പക്ഷേ വിൻഡോ നമ്മൾ ഓപ്പൺ ചെയ്താൽ പുറത്തേക്കുള്ളൊരു വ്യൂ കിട്ടില്ല. കാരണം നെക്സ്റ്റ് ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തുള്ള ബിൽഡിങ്ങിൻ്റെ ഒരു വോളാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അധികം ഒരു ചെറിയൊരു ഗ്യാപ്പുള്ള അതിൻ്റെ കൂടി ചെറിയ വെളിച്ചം അങ്ങനെ വരും, അല്ലാതെ നമുക്ക് പുറമേക്ക് കാണാനൊന്നും പറ്റില്ല. അപ്പോൾ ഇത്രയും കാലം ഇതൊരു വിഷയം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ ഈ ഒരു കൊറോണ ടൈമിൽ നമുക്ക് പുറത്തേക്കൊന്ന് കാണാൻ പറ്റിയെങ്കിൽ എന്ന് തോന്നിയിരുന്നു. പക്ഷെ അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളും ഉണ്ട്. നമുക്ക് തണുപ്പാകുമ്പോൾ അധികം തണുപ്പും വരില്ല, ചൂടാകുമ്പോൾ അധികം ചൂടുമില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിന് നല്ല ഹെൽപ്ഫുള്ളാണ് അങ്ങനെ ഒരു വിൻഡോ ഉള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ഒരു ഹോം ടൂറ്. അധികം ഒന്നും കാണിച്ചു തരാനില്ല, കുറച്ചേ ഉള്ളൂ. പിന്നെ ഇൻഷാ അള്ളാ നാട്ടിലെത്തിയിട്ട് നാട്ടിലത്തെ വീട് ഹോം ടൂർ ചെയ്യണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്